ഹായ് കൂട്ടുകാരെ, കേരള PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് എൻ്റെ കൂട്ടുകാർക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ ക്ലാസ് SCRT 6ാം ക്ലാസ്സിലെ ചാപ്റ്റർ 3 ഫ്ലവർ ടു ഫ്ലവർ, പൂവിൽ നിന്നും പൂവിലേക്ക്. ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? 5ാം ക്ലാസ്സിലെ എല്ലാ ലെസണും സയൻസ് ഓൾറെഡി ക്ലാസ് ഇട്ടിട്ടുണ്ട്. അതുപോലെ 6ാം ക്ലാസ്സിലെ ചാപ്റ്റർ 1ഉം 2ഉം ക്ലാസ് ഇട്ടിട്ടുണ്ട്. എല്ലാ പോയിന്റും ഉൾക്കൊണ്ടിച്ച് എങ്ങനെ PSC സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ആൻസർ ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഓരോ ക്ലാസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ കൂട്ടുകാർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്ത് കൂട്ടുകാർക്ക് കൂടിയിട്ട് ഒന്ന് ഷെയർ ചെയ്യുക. ക്ലാസ്സിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം കമന്റ് രൂപത്തിൽ അഭിപ്രായം കൂടിയിട്ടൊന്ന് രേഖപ്പെടുത്തണം. ചാനലിൽ കയറിയിട്ട് നിങ്ങൾ എല്ലാ ക്ലാസ്സുകളും ഒന്ന് കണ്ടു നോക്കൂട്ടോ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും വരാൻ പോകുന്ന എക്സാമുകളിൽ നല്ല റാങ്കിലേക്ക് നിങ്ങൾക്ക് കുതിക്കാൻ വേണ്ടിയിട്ടുള്ള ആ രീതിയിലുള്ള ക്ലാസ്സുകളാണ് ചെയ്തു വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? എന്താണ് ലെസന്റെ പേര്? പൂവിൽ നിന്നും പൂവിലേക്ക്, ഫ്ലവർ ടു ഫ്ലവർ. പൂവിലെ ആൺലിംഗ അവയവം ഏതാണ്? കേസരപുടം. ഒരു പൂ കാണുന്നു, ആ പൂവിലെ ആൺലിംഗ അവയവം എന്താണ്? കേസരപുടം. പരാഗിയും തന്തുകവും ചേർന്ന ഭാഗമാണ് കേസരപുടം. കേസരപുടം എന്ന് പറയുന്നത് അതിൽ എന്തൊക്കെയുണ്ട്? പരാഗിയും തന്തുകവും ചേർന്ന ഭാഗം കേസരപുടം. ഓക്കെ ആണല്ലോ? ആൺലിംഗ അവയവമാണ് കേസരപുടം. കേസരപുടത്തിൽ എന്തൊക്കെയാണ്? പരാഗിയും തന്തുകവും. ഇനി പൂവിലെ പെൺലിംഗ അവയവം ഏതാണ്? ജനിപുടം. അല്ലെ, ജനിപുടം. അത് നിങ്ങൾ എന്തൊക്കെയാ? കേസരപുടം ജനിപുടം കൺഫ്യൂഷൻ വരികയാണെങ്കിൽ ജനിക്കല്ലേ, അല്ലെ, ജനനം എങ്ങനെയാണ്? സ്ത്രീകൾ വഴിയല്ലേ. അപ്പൊ അങ്ങനെ ചിന്തിച്ചോളൂ. ഈ ജനി എന്നുള്ള വാക്ക് അങ്ങനെ അതൊരു ചെറിയൊരു ക്ലൂ തന്നതാണ് കേട്ടോ, ഓർക്കാൻ വേണ്ടി തന്നതാണ്. പൂവിലെ പെൺലിംഗ അവയവം ജനിപുടം. എന്തൊക്കെയാണ് ജനിപുടത്തിലുള്ളത്? പരാഗന സ്ഥലം, ജനിദണ്ഡ്, അണ്ഡാശയം എന്നിവ ചേർന്ന ഭാഗമാണ് ജനിപുടം. അപ്പോൾ ആൺലിംഗ അവയവം കേസരപുടമാണ്. കേസരപുടത്തിൽ എന്തൊക്കെയാണ്? പരാഗിയും തന്തുകവും. ആ പൂവിലെ പെൺലിംഗ അവയവമാണ് ജനിപുടം. ജനിപുടത്തിൽ എന്തൊക്കെയാണ്? പരാഗണ സ്ഥലം, ജനിദണ്ഡ്, അണ്ഡാശയം. അല്ലെ, ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് അറിയില്ലേ അത് പെൺലിംഗ അവയവമാണ്. അതുപോലെ ഈ ജനി എന്നുള്ള അതിൽ നമ്മൾ ജനനം നേരത്തെ പഠിച്ചല്ലോ, ആ ജനി എന്നുള്ളത് തന്നെ ഇത് എടുക്കണം കേട്ടോ. ജനിദണ്ഡ്. പിന്നെ പരാഗണ സ്ഥലം. പൂവിനെ ചെടിയുമായി ബന്ധിപ്പിച്ച് നിർത്തുന്നത് എന്താണ്? പൂനെട്ടാണ്. പൂവില്ലേ, പൂവിനെ ചെടിയിൽ എന്താണ്? നമ്മൾ ആ നെട്ടല്ലേ മുറിക്കുക? പൂവിനെ അങ്ങോട്ട് മുറിക്കുവോ? ഇല്ല, പൂവിനെ നെട്ടല്ലേ നമ്മൾ അവിടെ അങ്ങോട്ട് മുറിച്ചെടുക്കുക അല്ലെ. ചെടിയുമായി ബന്ധിപ്പിച്ച് നിർത്തുന്നത് എന്താണ്? പൂനെട്ട്. പൂവിന് നിറവും മണവും ആകർഷത്വം നൽകുന്ന ഭാഗം ഏതാണ്? ദളമാണ്. അല്ലെ, പൂവിന്റെ തണ്ടിനാണോ മണം? അല്ല അല്ലെ. പൂവിന് നിറം എവിടെയാണ്? പൂവിന്റെ ഇതളില്ലല്ലേ. മണം എവിടെയാണ്? ഇതളില്ലല്ലേ. നമ്മൾ ഇതൾ അല്ലെ, ചില ഓരോ ജില്ലകൾ മാറുമ്പോ ഓരോന്ന് പറയില്ലേ, ദളം അല്ലെ എന്ന് പറയുന്നത് നമ്മൾ എന്ത് പറയും? ഇതൾ എന്ന് പറയും അല്ലെ. ആകർഷകത്വം നൽകുന്ന ഭാഗമാണ് ദളം. ദളം പറഞ്ഞ എന്താണ്? ഇപ്പൊ മനസ്സിലായല്ലോ ഇല്ലേ? നമ്മൾ ഇതള് പറയില്ലേ, ഒരു ഇതള് ഒരു റോസിന്റെ ഒരു ഇതൾ എടുക്കുക എന്ന് പറയില്ലേ. മൊട്ടായിരിക്കുമ്പോൾ പൂവിനെ സംരക്ഷിക്കുക. അതായത് ഒരു പൂവ് മൊട്ടായിരിക്കുമല്ലോ, മൊട്ടായിട്ടാണല്ലോ പൂവായിട്ട് വിരിയുന്നത്. അപ്പോൾ മൊട്ടായിട്ട് ഇരിക്കുമ്പോൾ പൂവിനെ സംരക്ഷിക്കുകയും വിരിഞ്ഞ ശേഷം ദളങ്ങളെ താങ്ങി നിർത്തുകയും ചെയ്യുന്ന ഭാഗമാണ് വിദളം. മൊട്ടായിരിക്കുമ്പോൾ പൂവിനെ സംരക്ഷിക്കുകയും വിരിഞ്ഞ ശേഷം എന്ത് ചെയ്യും? വിരിയും എന്താണ്? ദളങ്ങളാണ് അല്ലെ, എങ്ങനെ വിരിഞ്ഞു നിൽക്കും അല്ലെ. അതിനെ താങ്ങി നിർത്തുകയും ചെയ്യുന്ന ഭാഗം എന്താണ്? വിദളം. ഓക്കെ ആണല്ലോ? ആൺലിംഗ അവയവം കേസരപുടം. റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് നിങ്ങളെ ലാഗ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ. കാരണം എന്റെ ക്ലാസ് കാണുന്ന എന്റെ കൂട്ടുകാർക്ക് ഞാൻ എടുക്കുന്ന വിഷയങ്ങളിൽ PSC ഏത് ലെവലിൽ ക്വസ്റ്റ്യൻ ചോദിച്ചാലും അവർക്ക് അവിടെ ആൻസർ ചെയ്യാൻ കഴിയണം. അപ്പൊ എന്താണ്, നമ്മൾ തരികിടയായിട്ടുള്ള ക്ലൂ ഒക്കെ പഠിച്ചു പോകും. നമുക്ക് എന്താണ്? മാർക്ക് വേണം. അല്ലാതെ നമ്മളിപ്പോ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ നന്നായിട്ട് പഠിച്ചു പോകും. അല്ലാത്തവർക്ക് എന്ത് ചെയ്യും? എന്തെങ്കിലുമൊക്കെ ക്ലൂ ഇട്ടിട്ടാണെങ്കിൽ നമുക്ക് മാർക്ക് വാങ്ങിക്കണം അല്ലേ. സയൻസ് ഭാഗത്ത് നിന്ന് എക്സാമിന് ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നമുക്ക് മാർക്ക് വേണം. അപ്പൊ എന്ത് ചെയ്യാം? അങ്ങനെ നമുക്കുള്ള ക്ലൂ ഒക്കെ ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് പഠിച്ചു പോകാം. ഓക്കെ, അപ്പൊ അടുത്ത എക്സാമിൽ എന്ത് ചെയ്യണം? നല്ലൊരു റാങ്കോട് കൂട്ടിയിട്ട് നന്നായിട്ട് എന്റെ കൂട്ടുകാർ പഠിക്കണം, നല്ല റാങ്ക് വാങ്ങിക്കണം, നല്ല റിവിഷൻ പോകണം. ഓക്കെ, അപ്പൊ ഞാൻ എന്റെ ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യും? പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ട് ഉണ്ടാകും. ഒരു ക്ലാസ് ഇടുന്ന സമയത്ത് എന്താണ്? പരമാവധി പോയിന്റും എന്ത് ചെയ്യും? ഒരു ക്ലാസ്സിലെ SCRT NCRT പ്രീവിയസ് ക്വസ്റ്റ്യൻ എല്ലാം ഉൾക്കൊണ്ടിട്ടായിരിക്കും ഒരു ക്ലാസ്. അല്ലാതെ എവിടെന്നെങ്കിലും കുറച്ച് പോയിന്റ് എടുത്തിട്ട് ഒരിക്കലും ഞാൻ ക്ലാസ് തരില്ല. ഇടുന്ന ക്ലാസ് പെർഫെക്റ്റ് ആയിരിക്കും. അതിൽ നിന്നും എക്സാമിന് നിങ്ങൾക്ക് ആൻസർ ചെയ്യാനും കഴിയുന്ന രീതിയിൽ. ഓക്കെ ആണല്ലോ? ഒന്നുകൂടി എന്റെ കൂടെ ഒന്ന് റിവൈസ് ചെയ്ത് കൂടെ പറഞ്ഞു വരൂ. ഞാനൊരു ജസ്റ്റ് ഒന്ന് ഗ്യാപ്പ് തരാം കേട്ടോ. ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് ഗ്യാപ്പ് തരാം. നിങ്ങൾ എന്ത് ചെയ്യുക?
സ്വയം പറഞ്ഞു നോക്കണം കേട്ടോ. ഇങ്ങനെ പഠിച്ചു പോയാലേ നമുക്ക് പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ എന്താ പറയാ, ഇതിപ്പോ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ വായിക്കുന്നു, നിങ്ങൾ അവിടെ നിന്ന് കേൾക്കുന്നു, നിങ്ങൾ അത് അവിടെ അടിച്ചു വെക്കുന്നു, അങ്ങനെ പാടില്ല. ഓക്കെ, എന്റെ നമ്മൾ കമ്പൈൻ സ്റ്റഡി പോലെ നമ്മൾ പഠിച്ചു പോവുകയാണ്. ഓക്കെ ആണല്ലോ. എന്താ ചെയ്യുന്നത് ചോദിച്ചാൽ, ഇപ്പൊ ഞാൻ എപ്പം റിവിഷൻ ഇങ്ങനെ റിവൈസ് ചെയ്ത് ഞാൻ വരും. നിങ്ങൾ എന്റെ കൂടെ പറഞ്ഞു വരണം, സ്ക്രീനിൽ നോക്കരുത്. ഓക്കെ, വീഡിയോ ഓൺ ആക്കിയിട്ട് നിങ്ങൾ സ്ക്രീനിൽ നോക്കരുത്. ഞാൻ പറയുന്നതിനനുസരിച്ച് സ്വയം ആൻസർ പറയാൻ നോക്കുക. ക്ലാസ് കഴിയുന്ന സമയത്ത് ക്ലാസ് ഓഫ് ചെയ്ത് ഞാൻ പറയാറുണ്ട്. ക്ലാസ് എടുക്കുന്ന സമയത്ത് ആത്മാർത്ഥമായിട്ട് ഞാൻ പറയാണ് കേട്ടോ. നിങ്ങൾ ക്ലാസ് ഇന്നിപ്പോ ഫ്ലവർ ടു ഫ്ലവർ ആണ് പഠിക്കുന്നത് അല്ലേ. ഇനി ഇത് പഠിച്ചു കഴിഞ്ഞ ശേഷം നിങ്ങൾ വീഡിയോ ഒക്കെ കഴിയുമല്ലോ, ഫോൺ ഓഫ് ആക്കി വെച്ചിട്ട് ഇന്ന് ഇതിൽ നിന്നും പഠിച്ച ക്വസ്റ്റ്യനും ആൻസർ മാത്രമല്ല ക്വസ്റ്റ്യനും ആൻസറും നിങ്ങൾ സ്വയം എണീച്ചു നിന്നിട്ട് എത്ര ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സ്വയം പറയാൻ കഴിയുന്നുണ്ട്. ക്വസ്റ്റ്യൻ പറയാം, ആൻസർ പറയാം, ക്വസ്റ്റ്യൻ പറയാം, ആൻസർ പറയാം. നിങ്ങൾ അങ്ങനെ പഠിച്ചു നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾക്കത് എന്നും ഓർമ്മയുണ്ടാകും. അല്ലാതെ ഒരാഴ്ച നിൽക്കും ഓർമ്മ, 2 ആഴ്ച നിൽക്കും ഓർമ്മയല്ല, ഉറപ്പാണ്. പിന്നെ നിങ്ങൾ അഥവാ ഇനി ബൈ ചാൻസ് നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ ഈ ടോപ്പിക് ഏതെങ്കിലും ഒരു ടോപ്പിക് ഇങ്ങനെ പഠിച്ചു പോയിട്ട് റിവൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും എക്സാം ഹാളിൽ നിങ്ങൾക്ക് ഓപ്ഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ കഴിയും. നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് ക്ലാസ്സിനെ കുറിച്ചിട്ട് ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാൻ, നിങ്ങൾ കമന്റ് രൂപത്തിൽ താഴെ നിന്ന് അഭിപ്രായം രേഖപ്പെടുത്തുക. ഓക്കെ, പൂവിലെ ആൺലിംഗ അവയവം പറയണം കേട്ടോ, നിങ്ങൾ അവിടെ പറയണം. ഓക്കെ, ആൺലിംഗ അവയവം ഏതാണ്? കേസരപുടം. കേസരപുടത്തിൽ എന്തൊക്കെയുണ്ട്? പരാഗിയും തന്തുകവും. പെൺലിംഗാവയവം ഞാൻ പറഞ്ഞു അല്ലെ, സ്ത്രീകളാണ് അല്ലെ, കുട്ടികളെ അല്ലെ, ജനനം അല്ലെ, ജനിപ്പിക്കുന്നത് ആരാണ്? സ്ത്രീകളല്ലേ. അപ്പൊ എന്താണ് അവിടെ അങ്ങനെ കണക്ട് ചെയ്യും. ജനിപുടം. ജനിപുടത്തിൽ എന്തൊക്കെയുണ്ട്? പരാഗണ സ്ഥലം, പിന്നെ ജനിതണ്ട്, ജനി ആ വാക്ക് വന്നു, അണ്ടാശയം അറിയാലോ അല്ലെ, എന്നിവ ചേർന്ന ഭാഗമാണ് ജനിപുടം. പൂവിനെ ചെടിയുമായിട്ട് അത് പൂഞ്ഞെട്ടാണ് അല്ലെ. അങ്ങനെ നിങ്ങൾ ആ പൂവിനെ കാണും, പൂവിന്റെ പിക്ചർ മനസ്സിൽ കാണണം. ആ നെട്ടല്ലേ ആ തണ്ടിൽ പിടിച്ചു നിർത്തുന്നത്, അങ്ങനെ മനസ്സിലാക്കൂ. പൂവിന് നിറവും മണവും ഒക്കെ നൽകുന്നത് ആരാണ്? ഏത് ഭാഗത്താണ് നിറം നൽകുന്നത്? ദളം അല്ലെ, ഇതളുകളിൽ അല്ലെ. മൊട്ടായിരിക്കുമ്പോൾ പൂവിനെ സംരക്ഷിക്കുകയും വിരിഞ്ഞ ശേഷം ദളങ്ങളെ താങ്ങി നിർത്തുകയും ചെയ്യുന്ന ഭാഗം ദ്വിദളം. പുതിയ തലമുറയെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയ പ്രത്യുൽപാദനം. അത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. ഒരു പുതിയ തലമുറയെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയ എന്താണ്? പ്രത്യുൽപാദനം. പൂക്കൾ വളർന്നിട്ടാണ് എന്താകുന്നത്? ഫലങ്ങളായിട്ട് മാറുന്നത്. എന്താ ഫലങ്ങൾ? പഴങ്ങൾ അല്ലെ, പഴങ്ങളായിട്ട് മാറുന്നത് അല്ലെ. പൂക്കൾ വളർന്നിട്ടാണ് എന്താകുന്നത്? ഫലങ്ങളായി മാറുന്നു. ഫലത്തിൽ നിന്നും പുതിയ ചെടികൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? വിത്ത് മുളയ്ക്കലിലൂടെയാണ് അല്ലെ. നമ്മൾ ഇല്ലേ, ഒരു മാങ്ങപ്പഴം അതിലെന്താകും? അതിന്റെ ആ വിത്തിൽ നിന്നല്ലേ പിന്നീട് ഒരു പുതിയ ചെടി ഉണ്ടാകുന്നത്. അപ്പൊ ഫലത്തിൽ നിന്നും പുതിയ, ഇത് കാണാണ്ടൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നിങ്ങൾ ആ പിക്ചർ വൈസ് കണ്ടാൽ മതി. പിക്ചർ വൈസ് കണ്ട പിന്നെ എന്താ പഠിക്കാനുള്ളത്? പൂക്കൾ വളർന്നിട്ട് എന്താകും? ഫലങ്ങളായി മാറും. ഓക്കെ, പിന്നെയോ ഫലത്തിൽ നിന്നാണ് എന്തുണ്ടാകുന്നത്? പുതിയ തൈച്ചെടികൾ ഉണ്ടാവുന്നത്. എങ്ങനെ? വിത്ത് മുളയ്ക്കലിലൂടെ. പൂക്കളുടെ ധർമ്മം എന്താണ്? പ്രത്യുൽപാദനം. പൂക്കളുടെ ധർമ്മം പ്രത്യുൽപാദനം. സസ്യങ്ങളുടെ ലൈംഗിക അവയവം ഏതാണ്? പൂക്കളാണ്. സസ്യങ്ങളുടെ ലൈംഗിക അവയവം ഏതാണ്? പൂക്കൾ. അണ്ഡാശയത്തിലെ ഒവ്യൂളിനുള്ളിലാണ് അണ്ഡം കാണപ്പെടുന്നത്. അണ്ഡാശയത്തിലെ അണ്ഡം കാണപ്പെടുന്നത് എവിടെയാണ്? ഒവ്യൂളിനുള്ളിലാണ്. എവിടെയാണ്? അണ്ഡാശയത്തിലെ അണ്ഡം കാണപ്പെടുന്നത് ഒവ്യൂളിനുള്ളിലാണ്. കേസരപുടം എന്താണ്? കൂട്ടുകാർ പറയൂ, കേസരപുടം എന്താണ്? ആൺലിംഗാവയവം അല്ലേ. കേസരപുടത്തിലെ പരാഗിയിലുള്ള പരാഗരേണുക്കളിലാണ് പുംബീജം കാണപ്പെടുന്നത്. കേസരപുടത്തിലെ പരാഗിയിലുള്ള പരാഗരേണുക്കളിലാണ് പുംബീജം കാണപ്പെടുന്നത്. ഓക്കെയാണോ? അണ്ഡാശയത്തിലെ എവിടെയാണ് അണ്ഡം കാണപ്പെടുന്നത്? പറയൂ. ഒവ്യൂളിനകത്ത് അല്ലെ. ഒവ്യൂളിനകത്ത്. എന്താണ്? പുതിയ തലമുറയെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയ എന്താണ്? പ്രത്യുൽപാദനം. പൂക്കൾ വളർന്നിട്ട് എന്താകുന്നു? ഫലങ്ങളായി മാറുന്നു. ഫലത്തിൽ നിന്നും പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്നത് വിത്ത് മുളയ്ക്കലിലൂടെയാണ്. പൂക്കളുടെ ധർമ്മം എന്താണ്? പ്രത്യുൽപാദനം. സസ്യങ്ങളുടെ ലൈംഗിക അവയവം ഏതാണ്? പൂക്കളാണ്. അണ്ഡാശയത്തിലെ അണ്ഡം എവിടെയാണ് കാണപ്പെടുന്നത്? ഒവ്യൂളിനുള്ളിലാണ്. കേസരപുടത്തിലെ പരാഗിയിലുള്ള പരാഗരേണുക്കളിലാണ് എന്ത് കാണപ്പെടുന്നത്? പുംബീജം കാണപ്പെടുന്നത്. ഇനി ഇവിടെ നോക്കൂ, ഒരേ പൂവിൽ ഇങ്ങനെയാണ്, ഒരേ പൂവിലാണ് കേട്ടോ, ഒരേ പൂവിൽ കേസരപുടം. എന്താണ് കേസരപുടം? ആൺലിംഗാവയവം. ജനിപുടം എന്താണ്? സ്ത്രീലിംഗ അല്ലെ, പെൺലിംഗാവയവം ഉള്ള പൂക്കളെ ദ്വിലിംഗ പുഷ്പം എന്ന് പറയുന്നു. എന്താണ്? ദ്വിലിംഗം. ദ്യു എന്താണ്? രണ്ടല്ലേ. അപ്പൊ കേസരപുടം ജനിപുടം രണ്ടെണ്ണം ഇല്ലേ, അപ്പൊ ദ്വിലിംഗ പുഷ്പം. ഓക്കെ ആണല്ലോ. ദ്വിലിംഗ പുഷ്പത്തിന് ഉദാഹരണം എന്താണ്? അരളിയും ശംഖുപുഷ്പവും. അരളിയും ശംഖുപുഷ്പം. ഒരേ പൂവിൽ
കേസരപുടവും ജനിപുടവും. ഇത് ഒപ്പം പറയാനുണ്ട്. കേസരപുടം എന്താണ്? ആൺലിംഗ അവയവമാണ്. ജനിപുടം എന്താണ്? പെൺലിംഗ അവയവമാണ്. ഇത് രണ്ടും കൂടെ ഒരേ പൂവിൽ കാണപ്പെടുന്നുവെങ്കിൽ അതിനെ ദ്വിലിംഗ പുഷ്പം എന്ന് പറയുന്നു. ഇനി വെവ്വേറെ പൂക്കളിൽ കേസരപുടവും ജനിപുടവും ഉള്ള പൂക്കളെ ഏകലിംഗ പുഷ്പം എന്ന് പറയുന്നു. വെവ്വേറെ പൂക്കളിലാണ് കേട്ടോ. ഒരു അതെങ്ങനെയാണ് വെവ്വേറെ പൂക്കൾ പറയുമ്പോൾ? ഒരു പൂക്കളിൽ എന്തുണ്ടാവും? കേസരപുടം ഉണ്ടാവും. വേറൊരു പൂവിൽ എന്തുണ്ടാവും? ജനിപുടം. വേറൊരു പൂവിൽ ഒരു കേസരപുടം. അങ്ങനെയാണ്. അങ്ങനെയാകുമ്പോ എന്താണ്? അവിടെ ഒന്നേ ഉള്ളൂ അല്ലെ? അപ്പൊ ഏകലിംഗം. പക്ഷെ ഇവിടെ ഒരു പൂവിൽ തന്നെ എന്താണ്? കേസരപുടവും ജനിപുടവും ഉണ്ടെങ്കിൽ എന്താണ്? ദ്വിലിംഗം. ഏക എന്നുള്ളത് ആ വാക്കിൽ നിന്ന് തന്നെ കിട്ടും കേട്ടോ. ഇനി ഏകലിംഗ പുഷ്പത്തിന് ഉദാഹരണം എന്തൊക്കെയാണ്? ഏകലിംഗത്തിന് മത്തൻ, വെള്ളരി, പാവൽ, പടവലം, കുമ്പളം, തെങ്ങ്, കവുങ്ങ്. ഏകലിംഗ പുഷ്പം. ദ്വിലിംഗ പുഷ്പം നമ്മൾ എന്ത് പറഞ്ഞു? അരളിയും ശംഖുപുഷ്പവും. ഏകലിംഗ പുഷ്പത്തിന് ഉദാഹരണമാണ് എന്തൊക്കെയാണ്? ഇങ്ങനെ പഠിച്ചിട്ടുള്ളത് ഒരു ക്ലൂനാണ്. മത്തൻ, കുമ്പളം. അത് നമ്മൾ എപ്പോഴും പറയാല്ലേ, കുമ്പളം, മത്തൻ അല്ലെ? പിന്നെയോ പാവൽ, പടവലം. പായും വെച്ചിട്ട് പാവൽ, പടവലം. തെങ്ങ്, കവുങ്ങ്. ഒക്കെയാണോ? പിന്നെ വെള്ളരി. ഇങ്ങനെ പഠിക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ ഓർഡർ പഠിക്കുമ്പോൾ നമുക്ക് അവിടെ കൺഫ്യൂഷൻ വരും, എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ കണക്ട് ചെയ്ത് പഠിക്കൂ. മത്തൻ, കുമ്പളം അല്ലെ? നമ്മളൊരു പഴഞ്ചൊല്ലൊക്കെ പറയാറില്ലേ അല്ലെ? മത്തൻ, കുമ്പളം. ഓക്കെയാണോ? തെങ്ങ്, കവുങ്ങ്. അവിടെ ഓക്കെ ആയില്ലേ? പാവൽ, പടവലം. അവിടെ ഓക്കെ ആയില്ലേ? പിന്നെയോ വെള്ളരി. ഈ ഭാഗം ഓക്കെ ആയോ? ഒരേ പൂവിൽ കേസരപുടവും ജനിപുടവും ഉള്ള പൂക്കളെ എന്തു പറയും? ദ്വിലിംഗ പുഷ്പം. ഇനി വെവ്വേറെ പൂക്കളിലാണെങ്കിൽ അതിനെ എന്തു പറയുന്നു? ഏകലിംഗ പുഷ്പം. ദ്വിലിംഗ പുഷ്പത്തിന് ഉദാഹരണം എന്താണ്? അരളി, ശംഖുപുഷ്പം. ഈ ഭാഗം ഓക്കെ ആയല്ലോ? ക്ലാസ് കഴിഞ്ഞ ശേഷം വീണ്ടും ഒന്നും കൂടി റിവേഴ്സ് നിങ്ങൾ കണ്ട് റിവേഴ്സ് ചെയ്ത ശേഷം എന്ത് ചെയ്യണം? എണിച്ച് നിന്ന് ഒന്നുമില്ലെങ്കിൽ നടന്നിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ നിങ്ങളുടെ റൂമിന്റെ ഉള്ളിൽ തന്നെ എന്ത് ചെയ്യുക? അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഓഫാക്കി വെച്ച് എന്ത് ചെയ്യണം? നിങ്ങൾ നടന്നിട്ട് നിങ്ങൾ ഇതിന്റെ ആൻസർ ഒക്കെ സ്വയം എടുക്കാൻ നോക്കണം. അപ്പൊ നിങ്ങൾ തന്നെ ക്വസ്റ്റ്യൻ പറയാ, നിങ്ങൾ തന്നെ ആൻസർ പറയാ. പറഞ്ഞു നോക്കൂ. ഉറപ്പാണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾ പിന്നീട് റിവേഴ്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതൊക്കെ എന്താകും? സിമ്പിൾ ആയിട്ട് തോന്നും. ചിലപ്പോ നമ്മൾ ഇങ്ങനെയൊന്നും ചെയ്യാതെ നമ്മളിപ്പോ പഠിച്ചു അവിടെ വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ 2 ആഴ്ച കഴിഞ്ഞിട്ടൊക്കെ ഇത് വീണ്ടും പഠിക്കുമ്പോൾ എന്താകും? പുതിയത് പഠിക്കുന്ന പോലെ ഉണ്ടാകും. പക്ഷെ ഇങ്ങനെ ഇപ്പൊ തന്നെ നിങ്ങൾ പഠിച്ചു പോയാൽ എന്താണ്? നമ്മുടെ ടോപ്പിക് നമ്മുടെ കൈകളിൽ സേഫ് ആയിരിക്കും. അത്രേ ഉള്ളൂ. ഓക്കെ. ഇനി നോക്കൂ. പരാഗിയിൽ നിന്നും പരാഗരേണുക്കൾ പരാഗണ സ്ഥലത്ത് പതിക്കുന്ന പ്രക്രിയ പരാഗണം. എത്ര പരാഗിയാണ് അല്ലേ? മൊത്തം ഇതിൽ പരാഗണം എന്നുള്ളതിന് ഒറ്റ ആൻസർ ഉള്ളൂ. അങ്ങനെ കണക്ട് ചെയ്യൂ. ഓക്കെ. പരമാവധി എന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു കോമഡി ആയിട്ടുള്ള ക്ലൂ ഒക്കെ തരാട്ടോ. അല്ലാതെ നമ്മള് ഈ ഒരു ക്ലൂ പഠിക്കുന്ന സമയത്ത് പിന്നെ കുറെ വേർഡുകളായിട്ടുള്ള ക്ലൂ ഒക്കെ പഠിക്കുമ്പോൾ ആ വേർഡുകളൊക്കെ പഠിക്കുന്ന നേരം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കാല്ലേ അല്ലേ? അങ്ങനെ കണ്ടിട്ടുണ്ട്. പല ക്ലൂകളും കഴിയുമ്പോൾ ആ ക്ലൂ പഠിക്കാൻ തന്നെ വേണം ഒരു അരമണിക്കൂർ. അതിനേക്കാൾ നല്ലത് എന്താണ്? നാച്ചുറൽ ആയിട്ടുള്ള നമ്മൾക്ക് എന്താ പറയാ, സാധാരണ നമ്മളൊക്കെ ഗ്രാമത്തിലും അല്ലേ ഒക്കെ ഇരിക്കുന്ന ആൾക്കാരല്ലേ, നമ്മുടേതായിട്ടുള്ള ശൈലിയിൽ നമ്മൾ ക്ലൂ ഉണ്ടാക്കുക. നമുക്കത് എന്ത് ചെയ്യും? യൂസ്ഫുൾ ആവും. ഓക്കെ. പരാഗിയിൽ നിന്ന് എന്താണ്? അവിടെ പരാഗി വന്നു. പിന്നെയോ പരാഗരേണുക്കൾ പരാഗണ സ്ഥലത്ത് പതിക്കുന്ന പ്രക്രിയ പരാഗണം. ഓക്കെ ആണല്ലോ. പ്രാണികൾ പരാഗണം നടത്തുന്ന ചെടി എവിടെയാണ്? പ്രാണികൾ ഉണ്ടല്ലോ, ചെറിയ ചെറിയ പ്രാണികള് പരാഗണം നടത്തുന്നത് ഏതൊക്കെ ചെടികളിലാണെന്നാണ് ചോദിക്കുന്നത്. എന്തിലൊക്കെയാണ്? അരിപ്പൂവ്, വെള്ളില, ബോഗൻവില്ല. ഓക്കെ. എന്താണ്? പ്രാണികൾ ഏതൊക്കെ ചെടികളിലാണ് പരാഗണം നടത്തുന്നത്? അരിപ്പൂവ്. കൂടെ പറയൂ. അരിപ്പൂവ്, വെള്ളില, ബോഗൻവില്ല. അരിപ്പൂവ്, വെള്ളില, ബോഗൻവില്ല. ആൺമരവും പെൺമരവും ഉള്ള സസ്യങ്ങൾ ഏതൊക്കെയാണ്? ആൺമരവും പെൺമരവും ഉള്ള സസ്യങ്ങൾ ജാതി, കുടപ്പന, കുടംപുളി. ജാതി എന്താണ്? ജാതി, കുടപ്പന, കുടംപുളി. ഇതൊക്കെ എന്താണ്? ഈ 3 സസ്യങ്ങൾ എന്താണ്? ആൺമരവുമായിട്ടുണ്ടാകും, പെൺമരവുമായിട്ടും ഉണ്ടാകും. ചേമ്പില് പരാഗണത്തിന് സഹായിക്കുന്ന ജീവി ഏതാണ്? ഈച്ച. ചേമ്പില്, ചേമ്പ്, അതിൽ പരാഗണം നടത്തുന്ന സഹായിക്കുന്ന ജീവി ഏതാണ്? ഈച്ചയാണ്. കാറ്റുവഴി പരാഗണം നടത്തുന്നത് ഏതൊക്കെയാണ്? നെല്ല്. നന്നായി പഠിക്കണം കേട്ടോ. ഈ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുണ്ട്? പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. കാറ്റ് വഴി, ജലം വഴി, അതുപോലെ വാനില ചെടി, ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഈ ഭാഗം. ഓക്കെ. ചേമ്പില് പരാഗണത്തിന് സഹായിക്കുന്ന ജീവി ഈച്ചയാണ്. കാറ്റുവഴി എന്തൊക്കെയാണ്? നെല്ല്, ഗോതമ്പ്, ചോളം, കരിമ്പ്. ഈ നമുക്കൊരു ഫ്ലോ ഉണ്ടല്ലോ, നെല്ല്, ഗോതമ്പ്, ചോളം. നമ്മൾ 3 ആദ്യം പറയാറുണ്ട് അല്ലെ? അപ്പൊ കാറ്റുവഴി നെല്ല്, ഗോതമ്പ്, ചോളം, കരിമ്പ്. ജലം വഴി എന്താണ്? കുരുമുളക്. വാനില ചെടികളിൽ പരാഗണം നടത്തുന്ന തേനീച്ച ഏതാണ്? മെലിപ്പോണ. വാനില ചെടികളിൽ പരാഗണം നടത്തുന്ന തേനീച്ച മെലിപ്പോണ.
പരാഗണശേഷം ഒവ്യൂൾ എന്താകുന്നു? വിത്താകുന്നു. പരാഗണശേഷം വിത്താകുന്നത് എന്താണ്? ഒവ്യൂളാണ്. അണ്ഡാശയമാണ് ഫലമാകുന്നത്. പരാഗണശേഷം ഇതൊന്ന് ശ്രദ്ധിച്ചു വെക്കൂട്ടോ. ഒന്ന് മനസ്സിലൊന്ന് ആഴത്തിൽ പഠിച്ചു വെക്കണേ. ഒവ്യൂളാണ് വിത്താകുന്നത്. കാരണം PSC എങ്ങനെ തലതിരിച്ച് ചോദിക്കുന്നുള്ളത് നമുക്കറിയില്ല. നമ്മളിപ്പോ ഇവിടെ പഠിക്കും പരാഗണ ശേഷം ഒവ്യൂളാണ് വിത്താകുന്നത്, അണ്ഡാശയമാണ് ഫലമാകുന്നത്. അവിടെ വെച്ചു, അതാ പോയി. ഒരു മാസം കഴിഞ്ഞു, വീണ്ടും വരുന്നു. അവിടെ അണ്ഡാശയം പിന്നെന്താകും? വിത്തും ആകും. ഒവ്യൂൾ എന്താകും? ഫലവും ആകും. ഓക്കെ, അങ്ങനെ ചെയ്യരുത്. ഞാൻ ഈ പറഞ്ഞ ഒരു സ്ട്രാറ്റജി നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്റെ കൂട്ടുകാർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നു. നിങ്ങൾക്കത് ഉപകാരമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് സ്വീകരിച്ചാൽ മതി. ഓക്കെ, അല്ലെങ്കിൽ അത് അവിടെ അവോയ്ഡ് ചെയ്തോളൂ. ഓക്കെ, ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ലെസൺ എത്രത്തോളം നിങ്ങൾക്ക് അത് പിന്നീട് ഓർമ്മയിൽ നിൽക്കാൻ കഴിയുന്നുണ്ടെന്ന് നിങ്ങൾ, അതായത് ഞാൻ ഒരു ഉദാഹരണം പറയാം. നിങ്ങളിപ്പോ ഒരു ലെസൺ എടുത്തിട്ട് ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ഒന്ന് പഠിച്ചു നോക്കും. ഞാൻ പറഞ്ഞില്ല, എണിച്ചു കഴിഞ്ഞിട്ട് പിന്നെ വീഡിയോ ഓഫ് ചെയ്തിട്ട് നിങ്ങൾ പിന്നെ പഠിക്കണം പറഞ്ഞില്ല, ഒന്ന് പറഞ്ഞു നോക്കണം പറഞ്ഞില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരാഴ്ച കഴിഞ്ഞ ശേഷം നിങ്ങൾ ഈ ലെസൺ ഒന്ന് എന്ത് ചെയ്യൂ? വായിച്ചു നോക്കൂ. അങ്ങനെ വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം പെട്ടെന്ന് ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതും, അതുപോലെ വേറൊരു സബ്ജക്ട് എന്ത് ചെയ്യുക? സാധാരണ പഠിക്കുന്ന പോലെ പഠിച്ചിട്ട് അവിടെ വെച്ചിട്ട് അത് വീണ്ടും ഒരാഴ്ച കഴിഞ്ഞിട്ട് നോക്കൂ. ഈ രണ്ടും തമ്മിൽ എന്താണ് നിങ്ങൾക്ക് വ്യത്യാസം എന്നുള്ളത് നിങ്ങൾക്ക് അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിക്കൂടെ? എത്രത്തോളം നമുക്ക് ഓർമ്മയിൽ നിൽക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളത്. അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങൾ എന്ത് സ്വീകരിച്ചാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ അത് ഒഴിവാക്കിക്കോളൂ. ഓക്കെ, അപ്പൊ ഒവ്യൂളാണ് എന്താവുന്നത്? വിത്താകുന്നത്. ഒവ്യൂളില് വാ, അപ്പൊ വിത്ത് അങ്ങനെ കണക്ട് ചെയ്തോളൂ കേട്ടോ. ഒവ്യൂളിലെ വാ എന്ന അക്ഷരം ഉണ്ട് അല്ലേ? അപ്പൊ ആ വായാണ് എന്താണ്? വിത്താകുന്നത്. ക്ലൂ ആണ്. അണ്ഡാശയം എന്താണ്? ഫലമാകുന്നു. ഒവ്യൂളിൽ വാ, വിത്താകുന്നു. അണ്ഡാശയം ഫലമാകുന്നു. അപ്പോ പരാഗയിൽ നിന്ന് പരാഗരേണുക്കൾ പരാഗണ സ്ഥലത്ത് പതിക്കുന്ന പ്രക്രിയ. പരാഗണം കൂടെ പറഞ്ഞു വരണേ. പ്രാണികൾ പരാഗണം നടത്തുന്ന ചെടികൾ എന്തൊക്കെയാണ്? അരിപ്പൂവ്, വെള്ളില, ബോഗൻവില്ല. ആൺമരവും പെൺമരവും ഉള്ള സസ്യങ്ങൾ ഏതൊക്കെയാണ്? ഇങ്ങനെ പഠിക്കണം. നിങ്ങൾ പഠിച്ചു പോകണം കേട്ടോ വീഡിയോ കഴിഞ്ഞ ശേഷം. ആൺമരവും പെൺമരവും ഉള്ള സസ്യങ്ങളാണ് ജാതി, കുടപ്പന, കുടംപുളി. ചേമ്പിൽ പരാഗണത്തിന് സഹായിക്കുന്ന ജീവിയാണ് ഈച്ച. കാറ്റുവഴി പരാഗണം നടത്തുന്നതാണ് നെല്ല്, ഗോതമ്പ്, ചോളം, കരിമ്പ്. ജലം വഴി കുരുമുളക്. വാനില ചെടികളിൽ പരാഗണം നടത്തുന്ന തേനീച്ചയാണ് മെലിപ്പോണ. പരാഗണ ശേഷം ഒവ്യൂളാണ്. അവിടെ ഒവ്യൂള് അണ്ഡാശയം കൺഫ്യൂഷൻ വന്ന ഒവ്യൂളെ വായെടുക്കുക, വായാണ് വിത്താവുന്നു. അണ്ഡാശയം ഫലമാകുന്നു. ഇങ്ങനെ നിങ്ങൾ തീർച്ചയായിട്ടും ക്ലാസ് കഴിഞ്ഞ ശേഷം ഓഫാക്കിയിട്ട് തനിയെ നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് റൂമിൽ നടക്കുക. എന്നിട്ട് സ്വയം ഞാൻ ഇപ്പൊ ക്വസ്റ്റ്യൻ ആൻസർ മനസ്സിലായി അതുപോലെ പറഞ്ഞു നോക്കൂ കേട്ടോ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. ലഘുഫലം ഏതൊക്കെയാണ്? ലഘുഫലം, പുഞ്ചഫലം, സംയുക്തഫലം. ഇത് ഒരു എക്സാമിന് ഇതുപോലെ ചോദിച്ചിട്ടുണ്ട്. ലഘുഫലത്തിന് ഉദാഹരണം ഏതാണ്? പുഞ്ചഫലത്തിന് ഉദാഹരണം ഏതാണ്? ലഘുഫലങ്ങൾ ഏതൊക്കെയാണ്? മാമ്പഴം, തക്കാളി. ലഘുഫലം മാമ്പഴം, തക്കാളി. പുഞ്ചഫലങ്ങൾ ഏതൊക്കെയാണ്? സീതപ്പഴം, ബ്ലാക്ക്ബെറി, അരണമരക്കായി. സംയുക്ത ഫലങ്ങൾ ഏതൊക്കെയാണ്? ചക്ക, കൈതച്ചക്ക. സംയുക്ത ഫലം രണ്ടിലും ചക്ക ഉണ്ടല്ലോ, ചക്ക. അങ്ങനെ ക്ലൂ എടുത്തൂടെ? സംയുക്ത ഫലം ചക്ക, കൈതച്ചക്ക. ലഘുഫലം മാമ്പഴം, തക്കാളി. ഇത് രണ്ടെണ്ണം പഠിച്ചാൽ തന്നെ വേറെ ഇനിയിപ്പോ പുഞ്ചഫലത്തിന് വന്നാലും നിങ്ങൾക്ക് ഈ ഓപ്ഷൻ ഇതൊക്കെ എടുത്ത് മാറ്റിയിട്ട് ബാക്കിയുള്ളത് ചെയ്തൂടെ? ലഘുഫലം മാമ്പഴം, തക്കാളി. സംയുക്ത ഫലം അതിൽ രണ്ട് ചക്കയാണ് അല്ലെ? ഒരു ചക്ക, പിന്നെ എന്താണ്? കൈതച്ചക്ക. പുഞ്ചഫലം സീതപ്പഴം, ബ്ലാക്ക്ബെറി, അരണമരക്കായി. കപടഫലങ്ങൾ ഏതൊക്കെയാണ്? എന്താണ് കപടഫലം? ചെടികളിൽ പൂഞ്ഞെട്ട്, പുഷ്പാസനം തുടങ്ങിയ ഭാഗങ്ങൾ വളർന്ന് ഫലം പോലെ തോന്നിക്കുന്ന ഫലങ്ങളാണ് എന്ത് കപടഫലങ്ങൾ. കപടഫലങ്ങൾ എന്തൊക്കെയാണ്? എന്താണ് കപടഫലം? ചെടികളിൽ പൂഞ്ഞെട്ടും പുഷ്പാസനം തുടങ്ങിയ ഭാഗങ്ങൾ വളർന്ന് ഫലം പോലെ തോന്നിക്കുന്ന ഫലമാണ് കപടഫലം. കപടഫലത്തിന് ഉദാഹരണമാണ് ആപ്പിൾ, സഫർജൽ, കശുമാങ്ങ. കപടഫലത്തിന് ഉദാഹരണമാണ് ആപ്പിൾ, സഫർജൽ, കശുമാങ്ങ. ലഘുഫലം പറയണം, കൂടെ പറയൂ. ലഘുഫലം മാമ്പഴം, തക്കാളി. സംയുക്ത ഫലം രണ്ട് ചക്ക അല്ലെ? ഒരു ചക്ക, പിന്നെ കൈതച്ചക്ക. പുഞ്ചഫലം സീതപ്പഴം, ബ്ലാക്ക്ബെറി, അരണമരക്കായി. കപടഫലങ്ങൾ ഏതൊക്കെയാണ്? ഉദാഹരണം ആപ്പിൾ, സഫർജൽ, കശുമാങ്ങ. തീർച്ചയായിട്ടും കൂട്ടുകാരത്ത് ഒന്നുകൂടി പറയണേ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്യാം. കൂട്ടുകാർ ടെലിഗ്രാം ലിങ്കിൽ കൂടി കയറിയിട്ട് നമുക്ക് എല്ലാവരും ജോയിൻ ചെയ്യാം. അപ്പോൾ അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്.